Welcome to my channel Mathematics Made Easy by Mary MJ. Today we are discussing SCERT Class 9 Chapter 10 Real Numbers. The real numbers the second part of the video ആണ്. First part ൽ നമ്മൾ distance between two points on a number line പിന്നെ അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കാണുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ അത് ഓൾജിബ്രയ്ക്കലി എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്. അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് എക്സും വൈയും ആണെങ്കിൽ, ഇഫ് ടു പോയിൻറ്റ്സ് ആർ എക്സ് ആൻഡ് വൈ ഓൺ ദ നമ്പർ ലൈൻ, then distance between them is given by absolute value of x minus y. ഈ absolute വാല്യൂവിൻ്റെ മീനിങ് എന്താണ്? ഇപ്പോൾ ഏതോ രണ്ട് നമ്പേഴ്സ് എക്സും വൈയും ഏതാ വലിയത് ചെറുതൊന്നും നമുക്കറിയില്ല, പക്ഷേ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എബ്സല്യൂട്ട് വാല്യൂ. ഈ എബ്സല്യൂട്ട് വാല്യൂവിൻ്റെ മീനിങ് ഓൾവേസ് ഡിസ്റ്റൻസ് ഷുഡ് ബി പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് പോസിറ്റീവ്. അത് ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് നെഗറ്റീവ് ആൻസർ കിട്ടിയാലും നമ്മൾ എന്ത് എഴുതണം? പോസിറ്റീവ് ആൻസർ എഴുതണം. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് എക്സ് മൈനസ് വൈ കിട്ടിയിരിക്കുന്നത് -5 ആണെന്ന് വിചാരിച്ചോ, സോ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ +5. സോ ഡിസ്റ്റൻസ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പോൾ വലിയത് ഏതാണ് ചെറുത് ഏതാണെന്നൊന്നും നോക്കണ്ട, അത് ആൻസർ നമുക്ക് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എപ്പോഴും എഴുതുക. അപ്പോൾ രണ്ട് വാല്യൂസ് -7ഉം -5ഉം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഡിസ്റ്റൻസ് ഇസ് എബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഏത് ആദ്യം എടുക്കണം, രണ്ടാമത് എടുക്കണം എന്നൊന്നുമില്ല, ആദ്യം ഏത് വേണമെങ്കിലും എടുക്കാം. -7 -5. That is equal to absolute value of -7 + 5, and that is absolute value of -2. അപ്പോൾ ആൻസർ -2 കിട്ടിയാലും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ എന്തെടുക്കണം? +2 ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവേ ആവുള്ളൂ. തിരിച്ച് ഇത് ആദ്യം എടുത്താലോ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 -7 എടുത്താലോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -5 + 7 which is equal to 2. absolute value of 2 is again 2 itself. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ആദ്യം രണ്ടാമതൊക്കെ എടുക്കാം, ഈ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾജിബ്രയ്ക്കലി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ. എബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയാലും നമ്മളെപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ അതിനെ അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഇത് എഴുതുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്, the distance between two points on the number line is the absolute value of the difference of the numbers denoting these points. So always we have to take it as positive. Okay, ഇനി നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 164. First question, find those x satisfying each of the equations below. First one, absolute value of x minus 1 is equal to absolute value of x minus 3. അപ്പോൾ നമ്മളിതിൻ്റെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ absolute value of x minus 1ൻ്റെ മീനിങ് എന്താണ്?
absolute value of x minus y നേരത്തെ നമ്മൾ എഴുതിയത് ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1. absolute value of x minus 1 എന്ന് പറയുന്നത് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1. ആൻഡ് absolute value of x minus 3 എന്ന് പറയുന്നത് എന്താ? absolute value of x minus 3 means it is the distance between x and 3. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉണ്ട്, എക്സ് തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസും എക്സ് തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു പോയിന്റ് തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസും അതേ പോയിന്റ് തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ ആ എക്സ് വരുന്നത് അതിൻ്റെ മിഡ് പോയിന്റിലാണ് അല്ലേ? അതിൻ്റെ മിഡ് പോയിന്റിലല്ലേ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ മതി അല്ലേ? സോ ഹിയർ absolute value of x minus 1 means distance between x and 1. absolute value of x minus 3 means it is the distance between x and 3. അപ്പോൾ എക്സ് തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസും എക്സ് തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. therefore the distance from x to 1 and 3 are equal. അപ്പോൾ എക്സ് തൊട്ട് 1 വരെയുള്ളതും എക്സ് തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് എക്സ് എവിടെയാണ് വരുന്നത്? therefore x is in between 1 and 3, that is x is the midpoint. x is the midpoint of 1 and 3. x 1ൻ്റെയും 3ൻ്റെയും മിഡ് പോയിന്റിലാണ്. സോ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മിഡ് പോയിന്റ് കാണണമെങ്കിൽ ഹാഫ് ഓഫ് 1 plus 3, that is equal to 4/2, that's equal to 2. so x equal to 2. സോ അതേപോലെ തന്നെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് എക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് absolute value of x minus 3 is equal to absolute value of x minus 4. അപ്പോൾ ഇവിടെയാണെങ്കിലും എക്സ് തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസും എക്സ് തൊട്ട് 4 വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു 3 ആൻഡ് 4 ആർ ഈക്വൽ. എക്സ് തൊട്ട് 3 വരെയുള്ളതും എക്സ് തൊട്ട് 4 വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. therefore x is in between 3 and 4. therefore x equal to half of 3 plus 4. therefore x equal to half of 3 plus 4, that is 7/2, which is equal to 3.5. then third sub question, absolute value of x plus 2 is equal to absolute value of x minus 5. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ എക്സ് തൊട്ട് -2 വരെയുള്ളത്, കാരണം ഇവിടെ മൈനസ് ഓഫ് മൈനസ് ആയി, പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് ആണ്. അപ്പോൾ എക്സ് മൈനസ് -2 is equal to x minus 5. therefore x is in between -2 and 5. therefore x equal to half of -2 plus 5, and that is 3/2, which is 1.5. then fourth one, absolute value of x is equal to absolute value of x plus 1. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് absolute value of x minus 0 is equal to absolute value of x minus -1. അപ്പോൾ എക്സ് തൊട്ട് 0 വരെയുള്ളതും എക്സ് തൊട്ട് -1 വരെയുള്ള ഡിസ്റ്റൻസുമാണ് ഈക്വൽ. അപ്പോൾ എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ 0 and -1. therefore x is equal to half of 0 plus -1, which is equal to -1/2, that is -0.5. ഇനി second question, prove that
if 1 less than x less than 4 and 1 less than y less than 4, then absolute value of x minus y is less than 3. അപ്പോൾ തന്നിരിക്കുന്നത് if 1 less than x less than 4 and y is in between 1 and 4, x is also in between 1 and 4, then absolute value of x minus y is less than 3 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാം? That is, if 1 less than x less than 4 means x can take the values, possible values 2, 3. അതേപോലെ 1 less than y less than 3, y can take അവിടെയും 2, 3 എടുക്കാം. നമുക്കത് യൂസ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ absolute value of x minus y is equal to, ഞാൻ എക്സിന് 2ഉം വൈക്ക് 2 എടുത്തു. സോ 2 minus 2 which is equal to 0, which is less than 3. Then absolute value of x minus y, വേറെ രണ്ട് വാല്യൂസ് എടുത്തു. ഇവിടെ 3ഉം ഇവിടെ 2 എടുത്തു. സോ 3 minus 2, that is 1, which is also less than 3. Then ഇനി ഇവിടെ ഫസ്റ്റ് വണ്ണിൽ നിന്ന് 2ഉം ഇവിടുന്ന് 3ഉം. അപ്പോൾ absolute value of 2 minus 3, that is equal to absolute value of minus 1, which is 1, again less than 3. Then ഇനി രണ്ടിലും 3 എടുത്താലോ? അപ്പോൾ 0 less than 3. So from this എന്ത് മനസ്സിലാക്കാം? if 1 less than x less than 4 and 1 less than y less than 4, then absolute value of x minus y will always be less than 3. Then ഇനി third question. Prove that if x less than 3 and y greater than 7, then absolute value of x minus y is greater than 4. If x less than 3 and y greater than 7, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? x less than 3ൻ്റെ അർത്ഥം, since x is less than 3, the maximum value of x is less than 3. അല്ലേ? x less than 3 ആണെങ്കിൽ the maximum value of x is less than 3. Since y greater than 7, the minimum value of y is greater than 7. The difference between the minimum value of y and maximum value of x is greater than 7 minus 3. എന്താണ്? നമുക്കിവിടെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. സോ then the difference between the minimum values of y and maximum value of x is greater than 7 minus 3, which is equal to 4. Therefore, that is absolute value of x minus y is greater than 4. അപ്പോൾ ഈ x less than 3 എന്ന് പറഞ്ഞ ഒരു വാല്യൂ 2 എടുത്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ y ആണെങ്കിലോ 8ഉം. സോ അപ്പോൾ അതിൻ്റെ ഡിഫറൻസോ 2 minus 8 എന്ന് പറയുന്നത് minus 6 ആണ്. absolute value ആകുമ്പോൾ plus 6 ആവും. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ഏത് വാല്യൂ എക്സിന് ലെസ് ദാൻ 3 ഉള്ള ഏത് വാല്യൂവും അതേപോലെ വൈക്ക് ഗ്രേറ്റർ ദാൻ 7 ആയിട്ടുള്ള വാല്യൂവും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? absolute value will be greater than 4. It will be always greater than 4. ഇനി next one. Find two numbers x comma y such that absolute value of x plus y is equal to
absolute value of x plus absolute value of y. അപ്പോൾ ഇങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ് വേണം, രണ്ട് നമ്പേഴ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും ഒരേ സൈനുള്ള നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ ആദ്യം എടുക്കുന്നത് എക്സിന് 3ഉം വൈക്ക് 7ഉം എടുത്തു. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. absolute value of x plus y is absolute value of 3 plus 7 is equal to absolute value of 10, which is equal to 10. Same way, absolute value of x plus absolute value of y is equal to absolute value of 3 plus absolute value of 7, that is also equal to 10. അല്ലേ? Therefore, ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. -6 and y equal to -9. So, what is absolute value of x plus y? That is -6 plus -9, that's equal to -15, which is equal to 15. ഇനി സെപ്പറേറ്റ് ആയിട്ടോ absolute x plus absolute y, that is -6, absolute value of -6 plus absolute value of -9. ഈ absolute value എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും. സോ -6 absolute value എടുക്കുമ്പോൾ +6ഉം -9ൻ്റെ absolute value +9ഉം ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, അതേപോലെ രണ്ടും നെഗറ്റീവ് ആണെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ രണ്ടും പോസിറ്റീവോ അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവോ ആണെങ്കിൽ നമുക്ക് ഈ absolute value of x plus y is equal to absolute value of x plus absolute value of y എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ്? രണ്ടും പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദർ നമ്പേഴ്സ് x, y such that absolute value of x plus y is less than absolute value of x plus absolute value of y. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടോ? absolute value of x plus y less than absolute value of x plus absolute value of y വരുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിന് നമുക്ക് ഒന്നിന് പോസിറ്റീവ് വാല്യൂവും വൈക്ക് നെഗറ്റീവ് വാല്യൂവും കൊടുത്തു നോക്കാം. അപ്പോൾ എന്തുണ്ടാവും? absolute value of x plus y എന്ന് പറയുമ്പോൾ absolute value of 5 plus -3, which is equal to 2. Then what about absolute value of x plus absolute value of y? That is 5 plus absolute value of -3, which is equal to 5 plus 3, that's equal to 8. അപ്പോൾ എന്ത് കിട്ടി? Therefore this condition satisfied അല്ലേ? absolute value of x plus y എന്ന് പറഞ്ഞാൽ 2ഉം absolute value of x plus absolute value of y എന്ന് പറയുമ്പോൾ 8ഉം. So 2 is less than 8. So that means 1 should be positive. ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. Therefore, if 1 is a positive number and the other is a negative number, then absolute value of x plus y is less than absolute value of x plus absolute value of y. അപ്പോൾ ഒന്ന് പോസിറ്റീവോ ഒന്ന് നെഗറ്റീവോ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ സിക്സ്ത് വൺ, are there numbers x, y such that absolute value of x plus y greater than absolute value of x plus absolute value of y? അങ്ങനെ നമ്പേഴ്സ് ഉണ്ടോ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടോ? അപ്പോൾ ആകെയുള്ള കണ്ടീഷൻ ഒന്നെങ്കിൽ രണ്ട് എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അത്രയും കണ്ടീഷൻസ് ആണ് രണ്ട് നമ്പേഴ്സിന് ഉണ്ടാവുക. ആ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞു. അപ്പോൾ രണ്ടും പോസിറ്റീവ് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ absolute value of x plus y ഈക്വൽ ടു absolute value of x plus absolute value of y ആണ്. പിന്നെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇനി ബാക്കി നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ?
ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഇനി ആ രണ്ട് നമ്പേഴ്സിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പോൾ വേറെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പേഴ്സും ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ, question number 7. What are the numbers for x, numbers x, what are the numbers x for which absolute value of x minus 2 plus absolute value of x minus 8 is equal to 6? അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സിൻ്റെ നമ്പേഴ്സ്, എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എബ്സല്യൂട്ട് വാല്യൂ ഒന്നെങ്കിൽ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് രണ്ടും പോസിറ്റീവ് ആവാം, ഈക്വൽ ടു 6, ഇതൊരു കണ്ടീഷൻ. പിന്നെയോ അല്ലെങ്കിൽ ഫസ്റ്റ് വൺ നെഗറ്റീവ്, എക്സ് മൈനസ് ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 8 ഈക്വൽ ടു 6, സെക്കൻഡ് വേ. ഇനി അല്ലെങ്കിലോ ഇത് പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്, ഇത് തേർഡ് വേ അല്ലേ. പിന്നെ രണ്ടും നെഗറ്റീവ്, രണ്ട് നമ്പേഴ്സും നെഗറ്റീവ്. അപ്പം ഇങ്ങനെ 4 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇത് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ, സെക്കൻഡും തേർഡും നോക്കിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടില്ല. ഇവിടെയാണെങ്കിലും എക്സ് മൈനസ് എക്സ്. ഈ രണ്ട് കണ്ടീഷനിലും വി വിൽ നോട്ട് ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. വി കെ നോട്ട് സോൾവ് അല്ലേ. ഈ രണ്ടെണ്ണത്തിലും നമുക്ക് കിട്ടില്ല. ഇനി ആകെ കിട്ടാവുന്നത് ഫസ്റ്റും ലാസ്റ്റും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 2x മൈനസ് 10 ഈക്വൽ ടു 6, ഓർ 2x ഈക്വൽ ടു 16, ഓർ എക്സ് ഈക്വൽ ടു 8. അപ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് തൊട്ട് 2 വരെയുള്ളതും എക്സ് തൊട്ട് 8 വരെയുള്ളതും ഡിസ്റ്റൻസ് അല്ലേ, എക്സ് മൈനസ് 2 എക്സ് മൈനസ് 8, അത് രണ്ടിൻ്റെയും കൂടെ ഡിസ്റ്റൻസാണ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 6. അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ 8 തൊട്ട് 2 വരെയുള്ളതും 8 തൊട്ട് 8 വരെയുള്ളതിൻ്റെയും രണ്ടിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ സമ്മാണ് അവിടെ 6. സോ അതേപോലെ തന്നെ അപ്പോൾ എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇനി അതേപോലെ ഫോർത്ത് ഇക്വേഷനും നമുക്ക് ഇതേപോലെ എക്സ് കണ്ടുപിടിക്കാം. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 2 മൈനസ് എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 6, മൈനസ് 2x പ്ലസ് 10 ഇസ് ഈക്വൽ ടു 6, ഓർ മൈനസ് 2x ഈക്വൽ ടു മൈനസ് 4, ഓർ എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെയും കിട്ടി. അപ്പോൾ എക്സ് 2ൻ്റെയും 8ൻ്റെയും ഇടയ്ക്കായിരിക്കും. സോ ദാറ്റ് ഈസ് എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ 2 and 8, including 2 and 8, between 2 and 8, including 2 and 8. 2ഉം 8ഉം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെയും എഴുതാം, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, 8th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ നമ്പേഴ്സ്, numbers x for which absolute value of x minus 2 plus absolute value of x minus 8 is equal to 10. Taking x as different numbers, what all numbers do we get as absolute value of x minus 2 plus absolute value of x minus 8. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സിൻ്റെ വാല്യൂ കാണുന്നത്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എക്സ് മൈനസ് 2
പ്ലസ് എക്സ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 10. ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണാം. ദറ്റ് ഇസ് 2x മൈനസ് 10 ഇസ് ഈക്വൽ ടു 10 ഓർ 2x ഈക്വൽ ടു 20 ഓർ എക്സ് ഈക്വൽ ടു 10. അതേപോലെ ഒരു വാല്യൂയും കൂടെ നമുക്ക് എക്സിന് കിട്ടും. രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള, രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള കേസിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ എക്സ് ക്യാൻസൽ ആയി പോകും. സോ മൈനസ് ഓഫ് എക്സ് മൈനസ് 2 മൈനസ് ഓഫ് എക്സ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 10. ഇവിടുന്ന് മൈനസ് എക്സ് മൈനസ് എക്സ് ദറ്റ് ഇസ് മൈനസ് 2x, ദെൻ പ്ലസ് 2 പ്ലസ് 8 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 10. ഓർ എക്സിൻ്റെ വാല്യൂ, this means minus 2x equal to 0 or x equal to 0. അപ്പോൾ 0, 10 ആണ് എക്സിൻ്റെ വാല്യൂസ് കിട്ടുന്നത്. എക്സ് ഈക്വൽ ടു 0, 10. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടേക്കിംഗ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആസ് എക്സ് ആസ് ഡിഫറെൻറ്റ് നമ്പേഴ്സ്, വാട്ട് ഓൾ നമ്പേഴ്സ് ഡു വി ഗെറ്റ് ആസ് മോഡ് എക്സ് ഓഫ് എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 8. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടും? സോ ഇഫ് എക്സ് ഈക്വൽ ടു 1, എക്സിന് 1 എടുക്കുകയാണെങ്കിലോ എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 8 എന്തായിരിക്കും? 1 കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് 2 ഇസ് മൈനസ് 1 പ്ലസ് 1 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 8. ദെൻ ഇഫ് എക്സ് ഈക്വൽ ടു 2, ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 minus 2 is 0 plus 2 minus 8, so 6. അപ്പോൾ എത്ര വാല്യൂസ്, എന്തൊക്കെ വാല്യൂസ് നമുക്ക് എക്സിന് എടുക്കാം? ദെൻ ഇഫ് എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 ആണെങ്കിലോ, എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് 3 മൈനസ് 8 ഇസ് മൈനസ് 5, എബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസ് 5. സോ 5 പ്ലസ് 1 6. ഇനി എക്സിന് 4 കൊടുക്കുകയാണെങ്കിൽ, എക്സിന് 4 കൊടുക്കുമ്പോൾ 2 പ്ലസ് 4 മൈനസ് 8 ഇസ് 2, 4 മൈനസ് 8 ഇസ് 4, എബ്സല്യൂട്ട് വാല്യൂ ഇസ് 4. അപ്പോഴും 6 കിട്ടും. Then if x equal to 5 കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. 5 മൈനസ് 2 ഇസ് 3, 5 മൈനസ് 8 ഇസ് 3, 3 പ്ലസ് 3 അവിടെയും 6. സോ 5 മൈനസ് 2 പ്ലസ് 5 മൈനസ് 3 ദാറ്റ് ഇസ് അഗെയിൻ 6. ദെൻ ഇഫ് എക്സ് ഈക്വൽ ടു 6, എക്സ് ഈക്വൽ ടു 6 കൊടുക്കുമ്പോൾ 6 മൈനസ് 2 പ്ലസ് 6 മൈനസ് 3. സോ ഇവിടെ 4ഉം 6 മൈനസ് 2 പ്ലസ് 6 മൈനസ് ലാസ്റ്റ് വൺ 6 മൈനസ് 8 ആണ് അവിടെ, 8. സോ 4 പ്ലസ് 2 ഇസ് 6. പിന്നെ എക്സിന് 7 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 7 minus 2 plus 7 minus 8, that is 5 plus 1 6. Then if x equal to 8, x equal to 8 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 8 minus 2 plus 8 minus 8, that is ഇവിടെ 6 plus 0, അപ്പോഴും 6 കിട്ടി. പിന്നെ 9 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു 9, എക്സ് ഈക്വൽ ടു 9 കൊടുക്കുമ്പോൾ 9 മൈനസ് 2 പ്ലസ് 9 മൈനസ് 8 വിച്ച് ഇസ് നോട്ട് 6 അല്ലേ. അപ്പോൾ ഇവിടെ 7ഉം ഇവിടെ 1ഉം ഇവിടെ 8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6 കിട്ടുന്നത് ഏതൊക്കെ കേസിനാണ്? എബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് മൈനസ് 8. ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സിന് നമുക്ക് 2ൻ്റെയും 2 തൊട്ട് എവിടം വരെ കൊടുത്തപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്? 2 തൊട്ട് 8 വരെ, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 വരെ കൊടുത്തപ്പോൾ absolute value of x minus 2 plus absolute value of x minus 8, we got it as 6.
പിന്നെ അങ്ങനെ ബാക്കിയുള്ളതിന് കൊടുക്കാം. പക്ഷേ ബാക്കിയുള്ള ഒന്നിനും ഒരേപോലെ കിട്ടില്ല. ഈ എക്സ് ഈക്വൽ ടു 9 തൊട്ട് വേറെ വേറെ വാല്യൂസാണ് വരിക. അപ്പോൾ ഈ 2 x 8 വരെ ഉള്ളതിന് നമുക്ക് എബ്സല്യൂട്ട് വാല്യൂ സെയിം ആയിട്ട് വരും. 2ൻ്റെയും 8ൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസസിൻ്റെ സമ്മ് എക്സ് തൊട്ട് 2 വരെയും എക്സ് തൊട്ട് 8 വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് എപ്പോഴും 6 ആയിട്ടാണ് വരിക. അപ്പം അത്രയായിരുന്നു ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.